മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ED എന്നെ തേടിയല്ല വന്നത്, എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, എന്നോട് സംസാരിച്ചിട്ടൊന്നുമില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഈ ഒരേ ഒരു വരി മതി കേരളത്തിലെ CPM-ന്റെ അടിത്തറ ഇളകാൻ, അല്ലെങ്കിൽ CPM-ന്റെ പ്രതിച്ഛായ തകരാൻ. കാരണം എന്തിനു വേണ്ടിയാണ് CPM കേരളം അങ്ങോളം ഇങ്ങോളം ഇങ്ങനെയൊരു കുഴപ്പമുണ്ടാക്കിയത്? ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏജൻസിയായ ED ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ സുരക്ഷാ ഭടന്മാരെയൊക്കെ തന്നെ ആക്രമിക്കുന്നു, അവരുടെ കാറ് തല്ലിപ്പൊളിക്കുന്നു. അങ്ങനെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണ്ട സംഘമാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. കാരണം ഒരു കോടതി നിർദ്ദേശപ്രകാരം ദേശീയ തലത്തിലൊരു അന്വേഷണ ഏജൻസി ഒരു അഴിമതി നിരോധന നിയമപ്രകാരം അല്ലെങ്കിൽ കള്ളപ്പണ വിരുദ്ധ നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കുന്ന സമയത്ത്, ഒരു തിരച്ചിൽ നടക്കുന്ന സമയത്ത്, ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് എന്തിനായിരുന്നു CPM നേതാക്കൾ അങ്ങനെ ബഹളം ഉണ്ടാക്കിയത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ CPM-ന് കഴിയുന്നില്ല. കാരണം സമാനമായ മറ്റൊരു സംഭവത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്ത സമയത്ത് പിണറായി വിജയനെ പോലുള്ള ആളുകൾ പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു CMRL കേസിൽ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ CPM അനുകൂലികളായ മാധ്യമ പ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നു. കാരണം അവർ തന്നെ പറഞ്ഞു, ഇലക്ഷനിലെ പിണറായി വിജയനോടുള്ള വിരോധം കൊണ്ടാണ് പാർട്ടി അണികൾ തന്നെ CPM-നെതിരെ വോട്ട് ചെയ്തത്. ആ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തതോടുകൂടി എല്ലാവരും കൂടി പിണറായി വിജയൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്, അങ്ങനെ CPM-ൽ ഒരു ഐക്യം ഉണ്ടായിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ CPM-ലെ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. കാരണം ഈ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു കേസാണിത്. വീണ വിജയൻ പാർട്ടി മെമ്പറല്ല, പാർട്ടി പ്രവർത്തകയല്ല, CPM-ന്റെ ഏതെങ്കിലും വർഗ ബഹുജന സംഘടനകളുമായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ സഹകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയൊരു സ്ത്രീ ഒരു ബിസിനസ് നടത്തുന്നു, അവർക്ക് അന്യായമായ രീതിയിൽ അവർക്ക് കാശ് കിട്ടുന്നു. ആ കാശ് കിട്ടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതിലേക്കാണ് നമ്മൾ പിണറായി വിജയനിലേക്ക് എത്തുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് 2019 തന്നെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരുന്നു, അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏതെങ്കിലും സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിൻ്റെ ചട്ടങ്ങളിലൊക്കെ ഭേദഗതി വരുത്തിയിരുന്നു. ആ നിർദ്ദേശം അവർ കേരളത്തിലെ സർക്കാരുമായിട്ടും കേരളത്തിലെ വകുപ്പുമായിട്ടും അറിയിച്ചു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷെ അന്നൊക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ ധനാഗമ മാർഗത്തിന് തടസ്സങ്ങളുണ്ടാക്കും എന്നുള്ളൊരു ന്യായം പറഞ്ഞുകൊണ്ട് 2023 ഡിസംബർ വരെ, അതായത് 4 വർഷത്തിലധികം കാലം അവർ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ചട്ടം നടപ്പിലാക്കുന്നത് മരവിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീടാണ് CMRL-ന്റെ സഹകമ്പനിയായ KMRIL-ന് അവർ എന്ത് ചെയ്യുന്നത്, ഈ പ്രവൃത്തി കൊടുക്കുന്നത് നിർത്തലാക്കുന്നത്. ഈ പ്രവൃത്തി മൂലം CMRL-ന്റെ വരുമാനം 440 കോടിയിൽ നിന്ന് 300 കോടിയായി കുറഞ്ഞു എന്നൊക്കെ SFIO കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പ്രവൃത്തി തുടരാൻ വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന മറ്റു പല ധാരണകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനും CMRL-നും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ്റെ മകൾക്ക് വർക്ക് കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം SFIO-യുടെ റിപ്പോർട്ടിലും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന സമയത്തും വീണ വിജയൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എക്സ്പീരിയൻസ് ഉണ്ടോ? വല്ല എക്സ്പീരിയൻസ് ഇല്ല, ആകെ ചെയ്യുന്നത് CMRL-ന്റെ കൺസൾട്ടേഷൻ മാത്രമാണ്. അതിൽ എന്താണ് രേഖ, എന്തെങ്കിലും ഇമെയിൽ സന്ദേശങ്ങളോ ഇല്ല, ഞാൻ നേരിട്ട് പറയുകയാണ്. എന്നാൽ ഇദ്ദേഹത്തെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയൻ്റെ കമ്പനിയെ കൺസൾട്ടൻ്റായിട്ട് നിയമിച്ച കാര്യം ഈ CMRL എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ആകെ ശശിധരൻ കടത്തിയായിട്ട് മാത്രമാണ് ഇടപാട് നടത്തിയത്. ഞങ്ങൾ ഫോണിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും കമ്പനിക്കോ ഇങ്ങനത്തെ ഏതെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഈ പരിപാടി മാറ്റാൻ അവർ തീരുമാനിച്ചു. അപ്പം എന്തെങ്കിലും അതിനിടയിൽ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് കമ്പനി എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പം ഇതിനകത്ത് ഇത് വെറും പണം കിട്ടാനുള്ള ഏർപ്പാടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. രേഖാമൂലം
2 കോടിയിലധികം രൂപ വീണ വിജയനും ഏതാണ്ട് 75 ലക്ഷത്തിലധികം രൂപ അവരുടെ കമ്പനിയായ എക്സാലോജിക്കിനും കിട്ടിയത് മാസപ്പടി തന്നെയാണ്. വളരെ കറക്റ്റായിട്ട് മാസപ്പടിയാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതൊരു വ്യക്തമായിട്ടുള്ളൊരു അഴിമതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അഴിമതിയുടെ കാര്യത്തിൽ എന്തിന് CPM പിറകെ നടക്കണം, അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ പോകണം? പ്രത്യേകിച്ച് ED ആക്രമിക്കുക. ബംഗാളിലൊക്കെ ED ആക്രമിച്ചതിനെ തുടർന്ന് വലിയ നടപടികളാണ് ഉണ്ടായത്. അന്ന് അതിനെയൊക്കെ പിന്തുണച്ച പാർട്ടിയാണ് CPM. എന്തുകൊണ്ടാണ് അവരിവിടെ ED ആക്രമിക്കുന്നത്? അപ്പം ഒരിക്കലും CPMനെ ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമല്ല ഇത്. ഇനി അന്വേഷണം നടത്തി തെളിഞ്ഞാൽ എന്തുകൊണ്ടാണ് വീണ വിജയന് പൈസ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുമായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രിയുടെ വീട്ടിലല്ല റെയ്ഡ് നടത്തിയത്. കാരണം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു ബിസിനസ്സുകാർ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ട് അവരുടെ സ്ഥാപനത്തിൽ റെയ്ഡ് ചെയ്യുന്നു. അതിൽ തന്നെ 240 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്ത് പിണറായി വിജയൻ ജനിച്ചുകൊണ്ട് പറഞ്ഞു 240 അക്കൗണ്ടൊന്നും മരവിപ്പിച്ചില്ല, ഒരു അക്കൗണ്ടേ മരവിപ്പിച്ചുള്ളൂ, ബാക്കി 240 വീണയായിട്ട് ബന്ധമുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പം വീണയായിട്ട് ബന്ധമല്ലാത്ത 240ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം അത് CMRലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പിണറായി വിജയനായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന 3 വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. ഒന്ന് പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ, രണ്ടാമത്തത് പിണറായി വിജയൻ്റെ കുടുംബ വീട്ടിൽ, മൂന്നാമത്തത് പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവ് റിയാസിൻ്റെ കോഴിക്കോട് വീട്ടിൽ. ബാക്കി 10 സ്ഥലങ്ങളും CMRലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു അഴിമതിക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഏജൻസി നടത്തുന്ന സമയത്ത് അവരെ എന്തിനാണ് തടയാൻ പോയി എന്നുള്ളതിൻ്റെ ഉത്തരം ഇപ്പോഴും CPMന് പറയാൻ പറ്റുന്നില്ല. അപ്പം എന്തുകൊണ്ടാണോ CPM ഇലക്ഷനിൽ പരാജയപ്പെട്ടത്, പാർട്ടി പ്രവർത്തകർ തന്നെ CPM നേതൃത്വത്തിന് അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികൾക്കെതിരെ വോട്ട് ചെയ്തത് അവർ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പിണറായി വിജയനെ പോലുള്ള ഒരാളുടെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പം വീണ്ടും ആ നീരാളിപ്പിടുത്തത്തിലേക്ക് പോയിരിക്കണം. കുറച്ചൊക്കെ നമ്മൾ നേരത്തെ കേട്ടു, നേതാക്കന്മാർക്ക് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താൻ അനുവാദം കൊടുത്ത സമയത്ത് അവരൊക്കെ പിണറായി വിജയനെ വിമർശിച്ചു, ധാർഷ്ട്യത്തെ വിമർശിച്ചു എന്നൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കേട്ടു. പക്ഷെ ഇപ്പോൾ ആരും അനങ്ങുന്നില്ല എന്നുള്ളത് സത്യം. ആകെ ഇപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുടെ ഒരു പൊൻകിരണം എന്നൊക്കെ പറയാവുന്നത് CPIക്കകത്താണ്. അവരിപ്പോൾ ആദ്യം എടുത്ത സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ന്യായീകരിക്കാൻ പോവേണ്ടത് എന്ന നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. ഇനി ദിനം പ്രതി ഈ കണക്കുകളൊക്കെ പുറത്തു വരും. SFIയുടെ റിപ്പോർട്ട് പുറത്തു വരും. അവിടെ അവർ കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. വീണ വിജയൻ്റെ സ്വത്തുകളൊക്കെ മരവിപ്പിക്കും. ആ നിലയ്ക്കുള്ള നടപടികളും തുടർന്ന് വരികയാണ്. ഈ സമയത്ത് CPM കൂടുതൽ പ്രതിക്കൂട്ടിലാകും എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് തങ്ങളുടെ നേതാക്കന്മാരൊക്കെ സുരക്ഷിതമായിട്ട് കഴിയുന്ന സമയത്ത്, അത് വീണ വിജയനായാലും പിണറായി വിജയനായാലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും എക്സാലോജിക് ആണെങ്കിലും ആ കമ്പനികൾക്കൊക്കെ ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകർ, അപ്പോൾ ഒരു കമ്പനിയുടെ അഴിമതിക്കെതിരെ അന്വേഷണം നടത്തുന്ന സമയത്ത് എന്തിനാണ് കല്ലെറിയാൻ പോയത്, അടിച്ചു പൊട്ടിക്കാൻ പോയത്, മുട്ടയെറിയാൻ പോയത് എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ വളരെ കാര്യമായൊരു ഗൂഢാലോചന പുറത്തു വരികയാണ്. കാരണം പെട്ടെന്ന് ഇപ്പോൾ ഈ മുട്ടയുടെ കാര്യമൊക്കെ പറയുന്നത് വലിയൊരു എന്താ പറയുന്നത്, അത്രയും വലിയ സംഘങ്ങളൊക്കെ തന്നെയാണ് വാഹനങ്ങളിൽ മുട്ടയെറിഞ്ഞിട്ട് പെട്ടെന്ന് അവരുടെ യാത്ര തടസ്സപ്പെടുന്ന രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ വളരെ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുവരും. പെട്ടെന്ന് കിട്ടുമല്ലോ, ഒരു കവറിലാക്കി കൊണ്ടുവരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ പിറകെ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടെന്നുള്ള കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതാണ്ട് 10-26 CPMകാർ പകത്തായിരിക്കുന്നു. 300ഓളം പേരെക്കെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ കേരള പോലീസ് ഈ അന്വേഷണം ചിലപ്പം ഇപ്പോഴത്തെ ഒരു ചൂടിന് കുറച്ചൊക്കെ നടത്തിയിട്ട് പിന്നെ മരവിപ്പിക്കുമായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ED കോടതിയെ സമീപിക്കും. ഒരുപക്ഷെ CBI അന്വേഷണത്തിലേക്ക് വന്നേക്കാം. കാരണം CRPF ഭടന്മാരുൾപ്പെടെയുള്ള അതിൽ സ്ത്രീകളായിട്ടുള്ള ആളുകളെ വരെ ആക്രമിച്ച, അല്ലെങ്കിൽ അവർ സഞ്ചരിച്ച വാഹനം ആക്രമിച്ച കേസാണ്. അതുകൊണ്ട് ഒരുപക്ഷെ CBI അന്വേഷണം വരികയാണെങ്കിൽ അന്ന് ജാഥയ്ക്ക് മുമ്പിൽ നിന്നിരുന്ന നേതാക്കന്മാരൊക്കെ തന്നെ, കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും ജോയി ആണെങ്കിലും അതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള CPM നേതാക്കന്മാർ, അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇവരൊക്കെ തന്നെ അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവർക്കൊന്നും തന്നെ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റത്തില്ല. ഒരുപക്ഷെ കേരളത്തിലെ സർക്കാർ, കാരണം CBI നേരത്തെ IT വിഭാഗം റെയ്ഡ് നടത്തുന്ന സമയത്ത് CMRൽ നിന്ന് വലിയൊരു രേഖ പിടിച്ചെടുത്തിരുന്നു. ആ രേഖയിൽ ശശിധരൻ കർത്ത കൊടുത്ത പണത്തിൻ്റെ കണക്കുകളുണ്ട്. അതിൽ കേരളത്തിലെ 2 മന്ത്രിമാരും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സോഫ്റ്റ് കോർണർ, ഒരു മൃദു സമീപനം ഇവർക്ക് കിട്ടിയേക്കാം. എന്നാൽ പോലും അത് അങ്ങനെ തുടരുകയാണെങ്കിൽ ED കോടതിയെ സമീപിക്കുകയും കേസ് ശക്തമാവുകയും ചെയ്യും. നമുക്കറിയാം, ഇപ്പോഴും സന്ദേശ് കലിയിലെ ED ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോഴും 2 വർഷത്തിലധികമായിട്ട് ജയിലിൽ കഴിയാണ്. അതുകൊണ്ട് CPM പ്രവർത്തകർ, ഈ ജാഥയിലൊക്കെ പോയ CPM പ്രവർത്തകരുടെ കാര്യം വളരെ
അപകടത്തിലാണ്. അവർ കുറേ കാലമെങ്കിലും 5-10 വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളാണ് അവർക്കെതിരെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് CPM സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇലക്ഷനിൽ ലഭിച്ച തിരിച്ചടിയിൽ നിന്ന് മുക്തരാകുന്നതിന് മുമ്പ് വീണ്ടും ഒരു തിരിച്ചടി അബദ്ധത്തിലേക്കാണ് CPM എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ.